സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴൊരു പൊങ്കാല നടക്കുകയാണ്. പൊങ്കാല മനോരമ ന്യൂസിനും അതേപോലെ ഉമാ തോമസ് എം എൽ എക്കുമാണ്. ഉമാ തോമസ് എം എൽ എ തൃക്കാക്കര എം എൽ എ ആണ്, UDFിൻ്റെ എം എൽ എ ആണ്. അതുകൊണ്ട് പൊങ്കാല മനോരമ ന്യൂസിനും തൃക്കാക്കര എം എൽ എക്കും മാത്രമാണ് എന്ന് കരുതേണ്ട. അത് ചെന്ന് തറക്കുന്നത് UDFിനാണ്, കോൺഗ്രസിനാണ്, BJPക്കാണ്, കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് എല്ലാമാണ്. മനോരമയിൽ വന്ന ഒരു ന്യൂസാണ് ഈ പൊങ്കാലയ്ക്ക് കാരണമായി തീർന്നത്. മാവേലിയിലും മലബാറിലും ടിക്കറ്റ് ഇല്ല എന്ന് തീരും ഈ ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു വാർത്ത. ആ വാർത്തയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിനിടയിലാണ് ഈ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ വലിയൊരു കാർഡ് കൂടി കൊടുത്തിട്ടുണ്ട് മനോരമ ന്യൂസ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്ന് തീരും ദുരിതം. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാവേലി മലബാർ എക്സ്പ്രസ്സുകളിൽ ടിക്കറ്റ് ഇല്ല. ഇനി കൺഫേം ടിക്കറ്റിനായി ജനുവരി 21 വരെ കാത്തിരിക്കണം എന്നാണ് കാർഡിൽ കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും വാർത്ത എന്താണ് എന്ന് നോക്കാൻ മനോരമ ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ പോയി. മനോരമ ന്യൂസിൻ്റെ വെബ്സൈറ്റിൻ്റെ വാർത്തയുടെ തലക്കെട്ടും അതുപോലെ തന്നെയാണ്: മാവേലിയിലും മലബാറിലും ടിക്കറ്റ് ഇല്ല, എന്ന് തീരും ഈ ദുരിതം എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. സ്വന്തം ലേഖകൻ്റെ വാർത്തയാണ്. വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാവേലി എക്സ്പ്രസ്സിലോ മലബാർ എക്സ്പ്രസ്സിലോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കൺഫേം ആയ ടിക്കറ്റ് കിട്ടാൻ ജനുവരി 21 വരെ കാത്തിരിക്കണം. അതായത് ഒരു മാസവും 6 ദിവസവും. ഇനി കൺഫേം ടിക്കറ്റ് കിട്ടാതെ ലോക്കൽ ടിക്കറ്റ് എടുത്തു പോകുന്നവരുടെ കാര്യവും ആലോചിക്കാൻ പോലും പറ്റില്ല എന്നാണ് വാർത്തയുടെ ഒന്നാമത്തെ തലക്കെട്ട്. അതിന് ലാസ്റ്റ് പാരഗ്രാഫ്, 2 പാരഗ്രാഫ് അതിങ്ങനെയാണ്: ക്രിസ്മസിനെ നാട്ടിലൊന്ന് പോകാൻ വിചാരിച്ച് ഓൺലൈനിൽ ടിക്കറ്റ് പരതുന്നവർക്ക് നിരാശയായിരിക്കും ഫലം. അടുക്കാൻ പോലും പറ്റുന്നില്ല, എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ്. ടിക്കറ്റ് കിട്ടാതെ നിരാശരായവർക്ക് മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ: ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി പോവുക. ലോക്കലിലെ സ്ഥിതി എന്താണെന്ന് അറിയാൻ സ്റ്റേഷൻ വരെ പോയാൽ മാത്രം മതി. ഉള്ളിലെ അവസ്ഥ കൂടി കണ്ടാൽ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ ആഴം കൂടുതൽ വ്യക്തമാക്കും. ഇതാണ് മനോരമ ന്യൂസ് പറയുന്നത്. ഈ ന്യൂസിന് താഴെയാണ് ഇപ്പോൾ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കുറച്ച് നാളുകൾക്ക് പിറകിലേക്ക് ഒന്ന് സഞ്ചരിച്ചാൽ മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുണ്ട്, നടത്തിയ അന്തിചർച്ചകളുണ്ട്. അത് കെയർ സംവിധാനം കേരളത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ് കെയർ സ്ഥാപിക്കുന്നതിന് വേണ്ടി നടപടികൾ ആരംഭിച്ചപ്പോൾ UDF നടത്തിയ സമരം, BJP നടത്തിയ സമരം, ആ സമരത്തിന് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയ വലിയ പ്രചാരം, അതാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരേണ്ടത്. ഈ വാർത്തയല്ല, ഇതിനു മുമ്പും ഇതുപോലെയുള്ള വാർത്തകൾ കേരളത്തിൽ വന്നിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ശ്വാസം മുട്ടി ബോധം കെട്ട് വീഴുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ, കമ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് കയറാനുള്ള ഉന്തും തള്ളലും, താഴെ വീണ് പരിക്ക് പറ്റുന്ന സ്ത്രീകളും കുട്ടികളും. ഇത് കേരളത്തിലെ ഇന്നത്തെ നിത്യക്കാഴ്ചയാണ്. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമായിരുന്നില്ലേ കെയർ പദ്ധതി എന്ന ചോദ്യമാണ് ഈ വാർത്തയുടെ താഴെ വന്ന് ഇപ്പോൾ ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കമൻറ്റുകൾ എല്ലാം ഇങ്ങനെയാണ്: ജനുവരിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ആർക്കാണിത്ര ധൃതി എന്നാണ് ആദ്യ കമൻറ്റ് തന്നെ. അതിനു മുമ്പ് ചെറിയ 2 കമൻ്റ് ഉണ്ട്, പക്ഷേ നല്ല കമൻറ്റ് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ജനുവരിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ആർക്കാണിത്ര ധൃതി. അടുത്ത കമൻറ്റ് അജിത്ത് ദേവരാജ് എന്ന് പറയുന്ന ആളുടെ കമൻ്റാണ്: ആർക്കാണ് ഇത്ര ധൃതി എന്ന തൃക്കാക്കര അമ്മയുടെ വചനങ്ങൾ സ്മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമാ തോമസിനെ നേരിട്ട് ആക്രമിക്കുകയാണ് അജിത് ദേവരാജ് ചെയ്യുന്നത്. അതിനുശേഷം അനുഭവിക്കട്ടെ എല്ലാവരും, ബസ് കയറി പോട്ടെ, എന്തിനാ ധൃതി പിടിക്കുന്നത്, കെയർ എതിർത്തവരല്ലേ എന്ന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നു രതീഷ് NK രതീഷ് എന്ന് പറയുന്ന വ്യക്തി. അതിനുശേഷം വീണ്ടും ഒരു കമൻ്റാണ്: തീരരുത് ഡാഷ് നിങ്ങളുടെ ദുരിതം, ആർക്കാണ് ഇത്ര ധൃതി, സാധാരണക്കാരന് 12 മണിക്കൂറിൽ 4 കൊണ്ട് എത്തിയിട്ട് വല്ല കാര്യവുമുണ്ടോ, കടപ്പാട് ഉമാ തോമസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കമൻറ്റ്. താഴെ അതിന് നിരവധി കമൻറ്റുകൾ വേറെയും വന്നിട്ടുണ്ട്. മറ്റൊരു കമൻറ്റ് കൂടി ഇങ്ങനെയാണ്: കുറച്ചുകൂടെ കുറ്റി പിഴുത ശേഷം ഉറക്കെ പറയും ആർക്കാണ് ഇത്ര ധൃതി എന്ന്. എന്തിന്, ആർക്കാണ് ഇത്ര വേഗത്തിൽ പോകേണ്ടത് എന്ന അടുത്ത കമൻറ്റ്. ആർക്കാണ് ഇത്ര ധൃതി എന്ന് എല്ലാ എണ്ണവും ജനുവരി 21 ശേഷം പോയാൽ മതി എന്ന അടുത്ത കമൻറ്റ്. ആർക്കാണ് ഇത്രയും വേഗത്തിൽ പോകേണ്ടത്, സാധാരണക്കാർ മെല്ലെ പോയാൽ മതി എന്ന് ഉമാ തോമസ് MLA പറഞ്ഞ വാക്യം വീണ്ടും ഉദ്ധരിച്ചിരിക്കുന്നു മറ്റൊരാൾ. അതിന് ആർക്കും ധൃതിയില്ലല്ലോ, പിണറായിയുടെ കെയർ കുറ്റി അങ്ങ് എടുത്ത് കളഞ്ഞ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കമൻറ്റ്, ട്രോളിക്കൊണ്ടുള്ള കമൻ്റാണ്. ക്രിസ്മസ് പ്രമാണിച്ച് നാട്ടിൽ വരാനാണെങ്കിൽ നമ്മുടെ തൃക്കാക്കര MLAയുടെ ഒരു ഉപദേശം, ധൃതി കൂട്ടേണ്ട, അടുത്ത വർഷവും ക്രിസ്മസ് ഉണ്ട് എന്നാണ്. അതാണ് എനിക്ക് ഏറ്റവും നന്നായി തോന്നിയ ഒരു കമൻറ്റ്. ക്രിസ്മസ് പ്രമാണിച്ച് നാട്ടിൽ വരാനാണെങ്കിൽ
നമ്മുടെ തൃക്കാക്കര MLA ഒരു ഉപദേശം, ധൃതി കൂട്ടേണ്ട, അടുത്ത വർഷവും ക്രിസ്മസ് ഉണ്ട് എന്നാണ്. അതിനുശേഷം വരുന്ന കമൻറ്റ് എല്ലാം ഈ രൂപത്തിലാണ് കമൻറ്റുകൾ മുഴുവൻ വരുന്നത്. മനോരമ ന്യൂസിൻ്റെ വായനക്കാരാണ് ഈ കമൻ്റ് ഇടുന്നത് എന്നോർക്കണം. മനോരമ ന്യൂസിൻ്റെ വായനക്കാർ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക വിഭാഗമാണ്. അവർ ഇടതുപക്ഷ വിരുദ്ധ നിലപാടെടുക്കുന്നവരായിരിക്കണമല്ലോ. മനോരമ ന്യൂസിൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് ഈ കമൻറ്റ് വരുന്നത്. അതാണ് ഏറ്റവും പ്രത്യേകത. ആരാണ് അന്ന് സമരം ചെയ്തതിനെ പിന്തുണച്ചത്? അവർക്കെതിരെയുള്ള വികാരം ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വളർന്നു വരുന്നു എന്നർത്ഥം. അടുത്ത കമൻറ്റ് ഇങ്ങനെയാണ്: ആർക്കാണ് ഇത്ര വേഗത്തിൽ എത്തേണ്ടത്? സാധാരണക്കാരന് പതുക്കെ പോയാൽ പോരെ? ഈ മാധ്യമങ്ങൾ തന്നെയാണ് കേരളയിൽ പോലുള്ള വികസനം ഇവിടെ വേണ്ടാന്ന് പറയുന്നത്. അതിന് കൂട്ടുനിൽക്കാൻ പന്ന പ്രതിപക്ഷവും. സാവധാനം പോയാൽ മതി, ക്രിസ്മസ് എല്ലാ വർഷവും ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത കമൻറ്റ്. ആർക്കാണ് ഇത്ര ധൃതി എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളിക്കൊണ്ടുള്ള കമൻറ്റ്. ആർക്കാണ് ഇത്ര വേഗത്തിൽ എത്തേണ്ടത് എന്ന അടുത്ത ചോദ്യം. ഉമാ തോമസ് MLA പറഞ്ഞാൽ പരിഹാരം കണ്ടെത്തും എന്ന മറ്റൊരു കമൻറ്റ്. ആർക്കാ ഇത്ര ധൃതി മാപ്രകൾക്കോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മറ്റൊരാളുടെ ചോദ്യം. ആർക്കാണ് ഇത്ര ധൃതി എന്ന് വീണ്ടും കമൻ്റ് ഇട്ടിരിക്കുന്നു ഇസ്മയിൽ മായി. ആർക്കാണ് ഇത്ര ധൃതി? സാവധാനം പോയാൽ മതി എന്ന മറ്റൊരു കമൻറ്റ്. അങ്ങനെ ആർക്കാണ് ഇത്ര ധൃതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള നൂറുകണക്കിന് കമൻ്റാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കമൻറ്റുകളിലൂടെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മാത്രം മതി എന്താണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ദേശാഭിമാനി വാർത്തയോട് താഴെ വന്ന കമൻ്റ് അല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഇടതുപക്ഷ സംഘടനകളുടെ ഏതെങ്കിലും മുഖപത്രത്തിൽ വന്ന വാർത്തയ്ക്ക് താഴെ വന്ന കമൻ്റ് അല്ല. ഇത് മലയാള മനോരമയുടെ വാർത്തയ്ക്ക് താഴെ വരുന്ന, മലയാള മനോരമയുടെ ഭാഗമായ മനോരമ ന്യൂസിൻ്റെ വാർത്തയ്ക്ക് താഴെ വരുന്ന കമൻ്റാണ് എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ ഏറ്റവും കൂടുതൽ വായിക്കുന്ന മാധ്യമങ്ങളിൽ, കേൾക്കുന്ന മാധ്യമങ്ങളിൽ ഒന്നാണ് മനോരമ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ വായനക്കാർ പോലും ഇപ്പോൾ കേരളയിൽ അനുകൂലമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഡോൾബി അറ്റ്മോസിൽ മുഴങ്ങട്ടെ, ആർക്കാണ് ഇത്ര ധൃതി എന്നാണ് അടുത്ത കമൻറ്റ്. ഡോൾബി അറ്റ്മോസിൽ മുഴങ്ങട്ടെ, ആർക്കാണ് ഇത്ര ധൃതി? ആർക്കാ ഇത്ര ധൃതി? അങ്ങനെ കമൻറ്റുകൾ ആർക്കാണ് ഇത്ര ധൃതി എന്ന് വെറുതെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആരായി പറയുന്നത്? മനോരമയോ? കൊള്ളാം, നിങ്ങളല്ലേ പറഞ്ഞത് കേരളയിൽ വേണ്ടാന്ന്. കോൺഗ്രസ് കുറ്റി പറിച്ചതല്ലേ? ഇത് രണ്ടും നാടിന് ആപത്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റ് വന്നിരിക്കുന്നു. ആർക്കാണ് ഇത്ര ധൃതി? 38 എണ്ണം അങ്ങോട്ട്, 38 എണ്ണം ഇങ്ങോട്ട്. എന്തെല്ലാം പ്രതീക്ഷകളാണ് വികസന വിരോധികളെ നിങ്ങൾ തകർത്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത കമൻറ്റ്. അങ്ങനെ നിരന്തരം കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് കമൻ്റാണ് മലയാള മനോരമയുടെ ഈ വാർത്തയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് കുറച്ചു കാലം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പ്രതിപക്ഷത്തിന് കുറച്ചു കാലം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ആത്യന്തികമായി കേരളത്തിന് കേരളയിൽ ആവശ്യമാണ്. ഇവിടെ ധൃതിയിൽ യാത്ര ചെയ്യാൻ ആളുകളുണ്ട്. അവർക്ക് വേഗത്തിലെത്തണം. അവർക്ക് സമയമില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ബസ്സുകളിലും ട്രെയിനുകളിലും മണിക്കൂറുകളോളം കുത്തിയിരിക്കാൻ സമയമില്ല. അവർക്ക് വേഗത്തിൽ യാത്ര ചെയ്യണം എന്നത് അവരുടെ ആവശ്യമായി മാറിയിട്ടുണ്ട്. അന്ന് കേരളയിൽ വിരുദ്ധ സമരം പൊടിപൊടിച്ചപ്പോൾ അതിനെ മനസ്സാ പിന്തുണച്ചവരുണ്ട് കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ. ആ ജനങ്ങൾ ഇപ്പോൾ മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അന്ന് അത്തരമൊരു ക്യാമ്പയിൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. തൃക്കാക്കര ബൈ ഇലക്ഷൻ വരുന്നു, അവിടെയെങ്ങാനും UDF തോറ്റുപോയാലോ എന്ന ഭയം കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ പ്രശ്നം വലിയ ചർച്ചയാക്കി മാറ്റുകയും എല്ലാ ദിവസവും ചർച്ച, രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെലിവിഷൻ തുറന്നാൽ സമരങ്ങൾ മാത്രം. കുറ്റിപ്പറിക്കൽ സമരത്തിന് ആദർശ പരിവേഷം നൽകിക്കൊണ്ട് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ ആ മാധ്യമങ്ങളുടെ വാർത്തയ്ക്ക് താഴെ വന്നുകൊണ്ട് കമൻ്റ് ഇടുകയാണ് ജനങ്ങൾ. കേരളത്തിലെ റെയിൽവേ യാത്രാ ദുരിതം, ആ ദുരിതം വാർത്തയാക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ എത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഇപ്പോൾ കേരളം ഉറക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിന് കേരളയിൽ വേണം എന്നും.